റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മൂന്നാർ മേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുൾപ്പെടെ പ്രധാന നടപടികൾ സ്വീകരിക്കേണ്ട ദേവികുളം തഹസിൽദാരുടെ ഓഫീസിൽ വാഹനമില്ല. കഴിഞ്ഞ ഒരു വർഷമായി മറ്റു വകുപ്പുകളിലാണ് വാഹനത്തിനായി തഹസിൽദാർ ആശ്രയിക്കുന്നത്. ആളുകളുടെ പരാതി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സർവേ എന്നിവ ഉൾപ്പെടെ കൃത്യസമയത്ത് നടക്കുന്നില്ലെന്ന് പരാതി ഉയരുന്നുണ്ട്. നേരത്തെ 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കാലപ്പഴക്കം മൂലം കട്ടപ്പുറത്തായി. മൂന്നാർ ദേവികുളത്തും താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലുമായിട്ട് ഇഷ്ടംപോലെ സർക്കാർ വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അത് തുരുമ്പ് പിടിച്ച് അതിൻ്റെ ടയറുകളൊക്കെ പോയി കിടക്കുകയാണ്. 5-6 വാഹനം കിടപ്പുണ്ട്. ഈ വാഹനങ്ങളൊക്കെ എടുത്ത് സർക്കാർ സംവിധാനങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാന നടപടികൾ എടുക്കണം. മഴക്കാലം വരാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് അവർക്ക് വാഹനങ്ങൾ ആവശ്യമുണ്ട്. ഒന്നെങ്കിൽ ലേലം ചെയ്ത് പുതിയ വണ്ടി എടുക്കുമോ, അല്ലെങ്കിൽ ആ വണ്ടികൾ ശരിയാക്കാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന്. അല്ലാത്ത പക്ഷത്തിൽ സർക്കാരിൻ്റെ ഖജനാവിടുന്ന് ഒത്തിരി വാടക വണ്ടി വിളിച്ചാണ് കുറേ പൈസകൾ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകും. രാഹുൽ, ഒരു തഹസിൽദാർക്ക് തന്റെ ഡ്യൂട്ടി ചെയ്യാൻ ആവശ്യമായ ബേസിക് സൗകര്യങ്ങൾ പോലും ഇല്ലല്ലോ രാഹുൽ. പക്ഷേ നിയമം നടപ്പാക്കണമെങ്കിൽ വാഹനമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവികുളം തഹസിൽദാർക്ക് നേരത്തെ ഒരു വർഷം മുമ്പ് വരെ 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിന്റെ കാലപ്പഴക്കം ചെന്നതോടെ അത് 2 വാഹനങ്ങളും കട്ടപ്പുറത്തായി. നിലവിൽ ഒരു വാഹനം പോലും ഇല്ല എന്നതാണ് ചുരുക്കിൽ പറഞ്ഞാൽ സത്യാവസ്ഥ. അതിലെടുത്തു പറയേണ്ട കാര്യം, മൂന്നാർ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ കുറേയധികം പരാതികൾ വരാറുണ്ട്. മഴക്കാലമുള്ള സമയത്ത് കുറേയധികം പ്രളയക്കെടുതികളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഓടിയെത്തേണ്ടത് ദേവികുളം തഹസിൽദാറും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ആളുകളുമാണ്. പക്ഷേ പലപ്പോഴും മറ്റു വകുപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ദേവികുളം തഹസിൽദാറുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് പലതവണ ജില്ലാ ഭരണകൂടത്തെ ഉൾപ്പെടെ ഈ പരാതി അറിയിച്ചതാണ്. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. മറ്റു വകുപ്പുകളിൽ അപേക്ഷ നൽകിയ ശേഷം ആ വകുപ്പുകളിൽ മറ്റു ജോലി ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഇവർക്ക് വാഹനങ്ങൾ വിട്ടു നൽകുന്നത്. അങ്ങനെയാണ് പലപ്പോഴും പല സൈറ്റുകളിലും പോകേണ്ടി വരികയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ പ്രശ്നത്തിന് ഉടനടി നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പൊതുജനങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ വേനൽക്കാലമാണ്. ഇനിയിപ്പോൾ പല രീതിയിലുള്ള ആവശ്യങ്ങൾ ദേവികുളം തഹസിൽദാറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. അതിനുശേഷം മഴക്കാലം വരുമ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ മൂന്നാർ മേഖല, മൂന്നാർ ദേവികുളം ഉൾപ്പെടെയുള്ള മാങ്കുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടാകാറുണ്ട്. ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും വാടകയ്ക്ക് വാഹനം വിളിച്ചാലും അവർക്ക് കൃത്യസമയത്ത് പൈസ കൊടുക്കാൻ കഴിയാറില്ല പല വകുപ്പുകൾക്കും. അതുകൊണ്ടാണ് ദേവികുളം തഹസിൽദാറുടെ ഓഫീസിലേക്ക് വാടകയ്ക്ക് വാഹനം വിളിക്കാത്തത്. സ്വന്തമായി ഒരു വാഹനം ദേവികുളം തഹസിൽദാറുടെ ഓഫീസിലേക്ക് ഉടൻ തന്നെ ലഭ്യമാക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. അറിയാം, അതെ, വല്ലാത്ത ഗതികേടിലാണ് ദേവികുളം തഹസിൽദാർ. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.